والسلام وعلى آله وصحبه أجمعين أما بعد. 12ാമത്തെ ചാപ്റ്റർ അല്ലേ എടുത്തത്? അവസാനം കഴിഞ്ഞത് അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞില്ലേ? അപ്പൊ ഇതുവരെ എന്തിനാ എടുത്തത്? ഈ 12ാമത്തെ ചാപ്റ്ററിൽ എന്താ എടുത്തത് മെയിൻ ആയിട്ട്? ആർക്കും 12 ഓർമ്മയില്ലേ? ആയോ? 11 അല്ലേ? 12 എടുത്തോ? 12 എടുത്ത് അതിൽ ആക്ടിവിറ്റീസ് എത്തിയല്ലോ. 12ൽ മെയിൻ ആയിട്ട് എടുത്തത് അൻത. അൻത എന്നാൽ എന്താണ്? നീ. അതൊരു മസ്കുലിൻ ആണ്, സിംഗുലർ. അതായത് ഒരു ആണിനോട് പറഞ്ഞതാണ്. നീ എന്ന് ഒരാണിനോട് പറ. അതിന്റെ സ്ത്രീലിംഗ രൂപമാണ് എന്ത്? അൻതി. അൻതി എന്ന ഒരു ഫെമിനിൻ സ്ത്രീലിംഗത്തോട് പറയുന്നതാണ് അൻതി. പിന്നെ അൻതി എന്നതിന്റെ പൊസസീവ് പ്രോനൗൺ ആണ് എന്ത്? കി. അൻത എന്ന് പറയുമ്പോ ക, അൻതി എന്ന് പറയുമ്പോ കി. പിന്നെ ദഹബ പറഞ്ഞാല് അവൻ പോയി, ദഹത്തു പറഞ്ഞാല് ഞാൻ പോയി. ദഹത്തു എന്നുള്ളത് സ്ത്രീലിംഗത്തോ പുല്ലിംഗത്തിനോ ദഹത്തു തന്നെയാണ് ഉപയോഗിക്കാം. ദഹത്ത പറഞ്ഞാല് നീ പോയി, നീ ഒരു ആൺ പോയി. ഇനി അവൾ പോയി എന്ന് പറയണമെങ്കിൽ എന്താ യൂസ് ചെയ്യാ? ദഹബത്ത്, അവൾ പോയി. ദഹബത്ത്, അവൾ പോയി. പിന്നെ അല്ലതി. അല്ലതി എന്നതിന്റെ ഹൂ വിച്ച്, യാതൊരുവൻ എന്ന അർത്ഥം വരുന്നത്. അതിന്റെ സ്ത്രീലിംഗ രൂപമാണ് അല്ലതി എന്നത്. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കേൾക്കില്ലേ? ആരും ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അടുത്തത് 2ാമത്തെ ആക്ടിവിറ്റി. ഇക്ര കുല്ല ജുംലത്തി മിനൽ ജുമലിൽ ആത്തിയത്തി. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളിൽ നിന്ന് എല്ലാ സെന്റൻസും എന്ത് ചെയ്യുക? വായിക്കാം. സുമ്മക്രഹ മറത്തൻ ഉഹ്റ ബാദ തഈരിൽ മുനാദ കമാ ഹുവൽ മുഅല്ലഹുൻ ഫിൽ മിസാൽ. എന്നിട്ട് അതെന്ത് ചെയ്യുക? 2ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യുക? അത് ചേഞ്ച് ചെയ്തതിന് ശേഷം വായിക്കുക. അതായത് ഉദാഹരണത്തിൽ കാണുന്നത് പോലെ. 1ാമത്തെ ഉദാഹരണത്തിൽ എന്താ? ഐന കലമുക യാ അബി. ഏ ഉപ്പ, നിന്റെ പേന എവിടെ? ഇവിടെ ഉപ്പനോട് ചോദിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പേന എവിടെ? ഇവിടെ സിംഗുലർ ആണ്, കലമുക്ക എന്നാണ്. നിങ്ങളുടെ പെന്ന് എവിടെ? അതെന്ത് ചെയ്യണം? സ്ത്രീലിംഗമാക്കി എഴുതണം. അതായത് ഇവിടെ അൽ മുനാദ. മുനാദ പറഞ്ഞ എന്താ? വിളിക്കുന്ന ആള്. ആ വിളിക്കുന്ന ആൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. മാറ്റി എഴുതാ പറഞ്ഞാൽ അതെന്ത് ചെയ്യണം? സ്ത്രീലിംഗമാക്കി എഴുതണം. ഇവിടെ യാ അബിയ എന്നാണുള്ളത്. അത് എന്ത് ചെയ്യണം? മാറ്റിയിട്ട് സ്ത്രീലിംഗമാക്കണം. അപ്പൊ ഇവിടെ സ്ത്രീലിംഗമാക്കുമ്പോ അവിടെ പൊതുവെ ഇവിടെ മാറും. ഇവിടുത്തെ പൊസസീവ് പ്രോനൗണ് മാറും. അപ്പൊ ഇവിടെ എന്താവും? കലമുക്ക എന്നുള്ളത് എന്താവും? കലമുക്കി. അപ്പൊ അതിങ്ങനെ മാറ്റി എഴുതാം. അയിന കലമുക്കി യാ ഉമ്മി. അപ്പൊ ഇവിടെ നമ്മള് മുനാദ വിളിക്കുന്ന ആളെ മാറ്റുമ്പോ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ പൊസസീവ് പ്രോനൗൺ എന്ത് ചെയ്യണം? അവിടെ ചേഞ്ച് ആക്കണം. അപ്പൊ എന്താവും? കലമുക്കി. ഉമ്മ, നിങ്ങളുടെ പേന എവിടെ? അതുപോലെ ഈ ഇതൊക്കെ മാറ്റാൻ. അപ്പൊ എന്നാ ഒരാൾ വായിച്ചോളി. ആ ഇന്തൊക്കെ കലമുൻ യാ മുഹമ്മദോ. കലമുൻ യാ മുഹമ്മദൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു മിനിറ്റ്. ഇവിടെ യാ മുഹമ്മദ് എന്ന് വായിച്ചില്ലേ? അവിടെ യാന്ന് വരുമ്പോ എന്ത് ചെയ്യാം? അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഇപ്പൊ വായിക്കുന്നോണ്ട് പറയാണ്. യാന്ന് വരുമ്പോ എന്ത് പറ്റൂല? തെൻവീനിട്ട് വായിക്കാൻ പറ്റൂല. യാ മുഹമ്മദു എന്നാ വായിക്കാൻ പറ്റുള്ളൂ. യാ മുഹമ്മദുൻ എന്ന് വായിക്കരുത്. യാ മുഹമ്മദു. യാ മുന്നിൽ, അതായത് ഒരാളെ വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യാ വരുമ്പോ അതിനുശേഷം വരുന്ന നാമത്തിന് എന്ത് ചെയ്യരുത്? തെൻവീനിട്ട് വായിക്കരുത്. യാ മുഹമ്മദു. ഇനി വായിച്ചോളി. കലമുൻ യാ മുഹമ്മദു. ആ കലമുൻ യാ ആമിനത്തു. ശരി. ഐന ബൈതുക യാ സയ്യദി. ഐന ബൈതുക്കി യാ സയ്യിദത്തി. അലക ഹാദാ അദ്ദഫ്തർ യാ അലി. സയ്യിദത്തി. അലക ഹാദിഹി അദ്ദഫ്തറു യാ ഫാത്തിമത്തു. യാ ഫാത്തിമത്തു. അടുത്തത് മൻ ഐന അന്ത യാ അഖി. മൻ ഐന അന്ത യാ അഖി.
മിൻ മന്ന ഐനത്ത. ഇത് മണ്ണാണോ വായിക്കുക? മണ്ണാണോ? من أين മീൻ من أين أنت يا أختي മീൻ അയിന അൻതി യാ ഉഖ്തി. പിന്നെ അടുത്തത് أين أبوك يا خالد ആ أين أبوك أين أمك يا خديجة അവിടെ ഉമ്മുക്കിന്ന് أم ആക്കേണ്ട ആവശ്യമില്ല. അയിന അബൂക്കിന്ന് കൊടുത്ത ഇവിടെ അയിന അബൂക്ക എന്നുള്ളത് അത് അയിന അബൂക്കിന്ന് ആക്കിയാൽ മതി. أين أبوك يا خديجة ദിജത്തു. യാ ഹദീജത്തു. يا خديجة നെക്സ്റ്റ് أمريل أمريل ألي അമരിലുൻ. അമ്രിലുനാണോ? അമരിലുൻ. أمريل أنت يا خال യാ ഖാലി. يا خالي ആ أمريل أنت أنت يا خالتي مريضة يا خالتي خالة أنت മരീളത്തുൻ അൻതി യാ ഖാല. നെക്സ്റ്റ് ബൈതുക യാ അമ്മി. أين ബൈത്തുക أين എന്നാണത്? بنتك അന أين ബിന്തുക. بنتك يا أمي ആ പിന്നെ أين ബൈതുക അമ്മത്തി. بنتك يا أمتي യാ അമ്മത്തി. അമ്മത്തി. يا أمتي അയിന ബിന്തുക്കി യാ അമ്മത്തി. ഇനി ഞങ്ങള് ശ്രദ്ധിക്കുക, റിപ്പീറ്റേഷൻ വേർഡ്സിന്റെ ഇനി ഷക്കിൽ ഇല്ലാതെ കൊടുക്കുക. ഇത് അമ്മ എന്നൊക്കെ മുമ്പ് വന്നതുകൊണ്ടാണ് ഇവിടെ ഷക്കിൽ ഇല്ലാതെ കൊടുത്തത്. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പറയും. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, റിപ്പീറ്റേഷൻ വരുന്ന വേർഡ്സിന് ഒന്നും എന്തുണ്ടാവില്ല, ഷക്കിൽ ഉണ്ടാവും. ന്യൂ വേർഡ്സിന് മാത്രമേ ഉണ്ടാവും. അപ്പൊ ഇനി തെറ്റിച്ച് വായിക്കരുത്. അലക അഖുൻ യാ ഹാമിദു. എട്ടാമത്തേത് കേട്ടില്ല. അലക അഖുൻ യാ ഹാമിദു. അലക അഹുൻ യാ ഹാമിദു. അപ്പൊ അത് മാറ്റിയിടുമ്പോ എയ്ത്തിന്റെ മീനിങ് എന്താ? എന്ത് എയ്ത്തിന്റെ മീനിങ് എന്തിന്റെ എയ്ത്തിന്റെ എയ്ത്തോ? അലക്ക നിനക്കുണ്ടോ? അഹുൻ സഹോദരൻ. യാ ഹാമിദു ഹാമിദ നിനക്ക് സഹോദരനുണ്ടോ? അപ്പൊ അത് മാറ്റിയിടുമ്പോ എന്ത് വരും? ألك അഹുൻ യാ أخ يا سؤادي سؤاد സുആദു മാ ഹാദാ ഇൻദക യാ നീ നെക്സ്റ്റ് 9. ماذا മാ ഹാദാ ഇൻദക യാ അഖി عندك يا أخي മാ ഹാദാ ഇൻദകി ماذا عندك يا കേൾക്കുന്നില്ല പറയുന്നത്. മാദാ ഇൻദകി യാ ഉഖ്തി. വായിച്ചോളൂ. നെറ്റിന്റെ ഒരു പ്രശ്നം. 9 വായിച്ചോളൂ. മാദാ ഇൻദക യാ അഖി. ആ മാദാ ഇൻദകി യാ عندك يا أختي യെസ്. അസ്സലാമു അലൈക യാ അബി. ആ അസ്സലാമു അലൈകി യാ ഉമ്മി. ഓക്കെ. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി. അന്നി സിൽ ഫായില. ഫായിലിനെ എന്താക്കുക? മുഅന്നസ് സ്ത്രീലിംഗമാക്കുക. ഫായിൽ പറഞ്ഞാൽ ആരാ? കർത്താവ്. കർത്താവിന് എന്താ ചെയ്യാ? മുഅന്നസ് ആക്കുക, സ്ത്രീലിംഗമാക്കുക. ഫീ കുല്ലിൻ മിനൽ ജുമലിൽ ആതിയത്തി. താഴെയുള്ള എല്ലാ സെന്റൻസുകളിലെയും കർത്താവിനെ, അതായത് സബ്ജക്റ്റിന് എന്ത് ചെയ്യാ? മുഅന്നസ് ആക്കുക. അപ്പൊ സബ്ജക്റ്റിനെ മുഅന്നസ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ക്രിയ എന്താവും? അതിന്റെ ക്രിയ എന്താവും? സ്ത്രീലിംഗമാവും.
അപ്പൊ ഇവിടെ നോക്കി ഖറജ മുഹമ്മദുൻ മുഹമ്മദ് പുറപ്പെട്ടു മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്. അപ്പൊ അത് അതിന്റെ കർത്താവ് ആരാ അവിടെ? മുഹമ്മദ്. അപ്പൊ മുഹമ്മദ് എന്ന കർത്താവിനെ സ്ത്രീലിംഗമാക്കുമ്പോ എന്താവും? ഹറജത്ത്. അപ്പൊ അവൾ പോയി എന്താ പറയാ? അവൾ പോയി, അവൾ പുറപ്പെട്ടു. ഹറജത്ത്. ആമിനത്തു ആമിന പുറപ്പെട്ടു മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്. അപ്പൊ അർത്ഥം പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ അർത്ഥം പറയരുത്. ആമിന അവൾ പുറപ്പെട്ടു എന്ന അർത്ഥം പറയരുത്. അർത്ഥം പറയുമ്പോ ഇവിടെ സബ്ജക്റ്റിനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ സബ്ജക്റ്റിനെ പറയുമ്പോ എന്ത് പറയരുത്? ആമിന അവൾ പുറപ്പെട്ടു പറയരുത്. ആമിന പുറപ്പെട്ടു മാത്രമേ പറഞ്ഞാൽ മതി. സബ്ജക്റ്റിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ അർത്ഥം പറയരുത്. അർത്ഥം പറയുമ്പോ ആമിന പുറപ്പെട്ടു മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്. അപ്പൊ അതുപോലെ ഇവിടുത്തെ ഉള്ള ഇതൊക്കെ മാറ്റാം. എന്നാ വായിച്ചോളി ഫസ്റ്റത്തെ. ذهب ذهب المدرس إلى الفصل. ആ ذهبت ذهبت إلى الفصل. إلى الفصل. ഇനി വേറെ ഒരു കാര്യം പറഞ്ഞേട്ടെ. ഈ നാലാമത്തെ ഈ ബോക്സ് നോക്കി. നാലാമത്തെ ആക്ടിവിറ്റി അത് ഇവിടെ എന്താണ്? ഇവിടെ ഈ ക്രിയ എന്താണ്? ക്രിയല്ല, ക്രിയാണ്. കാരണം എന്താ? ജലസത്ത് അവസാനം സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കണം. ഈ ഓപ്പൺത പറഞ്ഞാല് തുറന്നിട്ടുള്ള ത. ഓപ്പൺത വന്ന്. അപ്പൊ ഈ ഓപ്പൺതക്ക് ശേഷം, അതായത് ഒരു സ്ത്രീലിംഗ ക്രിയക്ക് ശേഷം, അതായത് സുക്കൂനുള്ള സബ്ജക്ട് വേർഡ് വന്നിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സുക്കൂനുള്ളത് എന്താക്കണം? കസറാക്കി മാറ്റണം. അതായത് ഇവിടെ ജലസത്ത് സുക്കൂനാണ്. ഇവിടെ അത്തോലിബത്ത്, ഇവിടെ അല്ലിന് എന്തുണ്ട്? ഇവിടെ ഉറൂഫ് ശംസി ആയതിനെ കൊണ്ട് നമ്മൾ എന്താ പറയില്ല? അല്ലെന്ന് പറയില്ല. പക്ഷെ ഇവിടെ അവിടെ എന്തുണ്ട്? അല്ലുണ്ട്. അവിടെ അല്ലുണ്ട്. പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാത്തത്. ഇവിടെ യഥാർത്ഥത്തിൽ എന്തുണ്ട്? അല്ലുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വന്നു. ഈ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന സുക്കൂൻ, ഈ അല്ലിന്റെ സുക്കൂൻ എന്ത് ചെയ്തു? ഒരുമിച്ച് വന്നു. അങ്ങനെ അറബിയിൽ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യണം? ഈ സുക്കൂനുള്ളത് എന്ത് ചെയ്യണം? ഈ കസറാക്കി മാറ്റണം. അതാണ് ഇവിടെ ജലസത്തി അപ്പൊ നമ്മൾ വായിക്കുമ്പോ ജലസത്ത് തോലിബത്തും അല്ല വായിക്കേണ്ടത്. ആ സുക്കൂനെ മാറ്റിട്ട് എന്താക്കണം? കസറാക്കിയിട്ട് വായിക്കണം. ജലസത്തി തോലിബത്തു. ഓക്കെ, ജലസത്തി തോലിബത്തു. അപ്പൊ ഇനി അതുപോലെ മിന്നിന് ശേഷം ഒരു അല്ലുള്ള അക്ഷരം വന്നാലോ, അതായത് മിന്നിന്റെ അവസാനം എന്താ? സുക്കൂനാണ്. അതിന്റെ ശേഷം ഒരു സുക്കൂനുള്ള അക്ഷരം വന്നാലോ, അതായത് നമ്മൾ പറയില്ല ഔദു ബില്ലാഹി മിന, അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അശ്ശൈത്താൻ എന്നാണ്. അപ്പൊ അശ്ശൈത്താൻ എന്തുണ്ട്? അല്ലുണ്ട്. അവിടെ സുക്കൂനാണ് നിൽക്കുന്നത്. അപ്പൊ അതിനുശേഷം സുക്കൂനുള്ളത് വന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്? മിന്നിന് എന്ത് ചെയ്ത്? ആ സുക്കൂന് മറ്റേ ഫത്തഹ് കൊടുത്തു. മിന്നിന്റെ സുക്കൂന് മാറ്റിട്ട് ഫത്തഹ് കൊടുത്തു. മിന ഷെയ്ത്താനി. അവിടെ നമ്മള് മിൻ അശ്ശൈത്താൻ എന്നല്ല പറയണ്ടേ, മിന ഷെയ്ത്വാനി. അതുപോലെ തന്നെ അവിടെ മിന്നിന്റെ ആ സുക്കൂന് മാറ്റിട്ട് ഫത്തഹ് കൊടുത്തു. ഇവിടെ എന്ത് ചെയ്ത്? ഈ ക്രിയ, അതായത് സ്ത്രീലിംഗ ക്രിയ വരുമ്പോ എന്ത് ചെയ്യണം? ഈ സുക്കൂന് അതിനുശേഷം സുക്കൂനുള്ള ഒരു വേർഡ് വരാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്ത്രീലിംഗ സുക്കൂന് മാറ്റിട്ട് എന്ത് ചെയ്യണം? കസ്റാക്കി കൊടുക്കണം. ഇനി മന്നുള്ളതിന് ശേഷം എന്താണ്? ഒരു സുക്കൂനുള്ള അക്ഷരം വന്ന ഇവിടെ മൻ അല്ലതി. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൻ അല്ലതി. അപ്പൊ ആ മണ്ണിന്റെ സുക്കൂൻ എന്താക്കി മാറ്റണം? കസറാക്കി മാറ്റണം. മനില്ലതി. നമ്മള് വായിക്കുമ്പോ അങ്ങനല്ലേ വായിക്കാം? മനില്ലതി. മൻ അല്ലതി അല്ല വായിക്കുന്നത്, മനില്ലതി. അപ്പൊ ക്രിയക്ക്, അതായത് ഒരു സ്ത്രീലിംഗ ക്രിയ വരുമ്പോ അതിനുശേഷം സുക്കൂനുള്ള ഒരു വേർഡാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആ സുക്കൂന് മാറ്റിട്ട് എന്ത് ചെയ്യണം? കസറ് കൊടുക്കണം. മിന്നാണ് വരുന്നതെങ്കിൽ മിന്നിന്റെ സുക്കൂന് മാറ്റിട്ട് എന്ത് ചെയ്യണം? ഫത്തഹാക്കണം. മിനശ്ശൈത്വാനി, മിനൽ മക്തബി, ലൈബ്രറിയിൽ നിന്ന്. അതേപോലെ മണ്ണ് വരാണെങ്കിൽ അതിനുശേഷം സുക്കൂനുള്ള ഒരു അക്ഷരം വരാണെങ്കിൽ മണ്ണിലുള്ള സുക്കൂനെ മാറ്റിട്ട് എന്ത് ചെയ്യണം? കസറാക്കി മാറ്റണം. അപ്പൊ ഇനി അതുപോലെ വായിക്കണം. ഒന്നാമത്തെ ഉദാഹരണം വായിച്ചത്. ذهب المدرس إلى الفصل. ذهبت المدرسة ശരിയാണ്. ذهبت المدرسة إلى الفصل. ഇലൽ ഫസ്ലി. അപ്പൊ ഇവിടെ കേൾക്കണില്ല, സ്റ്റക്കായി പോണ്. ഇവിടെ
ആരാ ഇപ്പൊ പറഞ്ഞത്? ഒരു പറഞ്ഞത് കേട്ടില്ല കേട്ടോ, സ്റ്റെക്കായി പോയി. ഇവിടെ മുദരിസ് എന്നുള്ളത് സ്ത്രീലിംഗം ആക്കാൻ വേണ്ടിട്ട് അവസാനം താ ആണ് കൊടുത്തത്. അൽ മുദഹബൽ ദഹബത്തിൽ മുദരിസത്തു മുദരിസത്തു ഇലൽ ഫസ്ലി. ഇനി അടുത്ത രണ്ടാമത്തത്. ക്ലിയർ ആവണില്ല. നിങ്ങൾ പറയുന്ന ക്ലിയർ ആവണില്ല കേട്ടോ. റേഞ്ചിൽ കൊടുത്തൊന്ന് പോയി നിക്കോ. എന്ത്? ഒന്നെന്നാ ലാസ്റ്റ് പറഞ്ഞോ കേട്ടോ, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയുന്ന ക്ലിയർ ആവണില്ല. ഞാൻ ലാസ്റ്റിലേക്ക് ചോദിക്കാം. രണ്ടാമത്തെ ഒന്ന് വായിച്ചോളൂ. ذهب أبي إلى المستشفى. ذهبت أمي إلى المستشفى. جلس الطالب. സ്ത്രീലിംഗം ആവുമ്പോഴാണ് കസറാക്കാൻ പറഞ്ഞത് കേട്ടോ. جلس الطالب في الفصل. ജലസത് الطالب في الفصل. ജലസത്തി طالبة في الفصل. ഇനി നാലാമത്തെ. خرج أخي من ഖറജ البيت. അഖി മിനൽ ബൈത്തി. خرجت ഖറജത് أختي أختي من البيت. من البيت. മിനൽ ബൈത്തി. മിനൽ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാൻ പറ്റൂല? അറബിയിലാണ് രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാൻ പറ്റൂല. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? ഈ സ്ത്രീലിംഗ താനുള്ള സുക്കൂൻ എന്ത് ചെയ്യണത്? കസറാക്കി മാറ്റണത്. കസ്റാക്കി മാറ്റും. രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്നതുകൊണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് പുല്ലിംഗത്തിലല്ല, പുല്ലിംഗ ക്രിയയിലല്ല, സ്ത്രീലിംഗ ക്രിയയിലാട്ടോ. അടുത്തത് ഇത് വായിച്ചോളി. ഇത് അല്ലതി അല്ലത്തി എന്നുള്ളതിന്റെ വ്യത്യാസം പറയാണ്. ഇഖ്റഇൽ ജുമലൽ ആതിയത. താഴെയുള്ള സെന്റൻസുകൾ വായിക്കുക. വായിച്ചോളി. الذي خرج من بيتك من بيتك ബൈത്തിക. മിൻ ബൈത്തിക. الآن. മിൻ ബൈത്തിക അൽ ആന. അർത്ഥം എന്താണ്? മനിൽ ഫത്ത. ഇവിടെ അല്ല് സുക്കൂൻ എന്നോട് എന്ത് ചെയ്ത്? ഇവിടെ മണ്ണുള്ളതിന്റെ സുക്കൂനുമായിട്ട് എന്ത് ചെയ്ത്? കസർ കൊടുത്ത്. ഇവിടെ കസ്റ് ശരിക്കും കൊടുത്ത്. എന്താണ്? മണ്ണാണ്. പക്ഷെ അതിനുശേഷം ഒരു സുക്കൂനുള്ള വേർഡ് വന്ന്. അപ്പൊ എന്ത് ചെയ്ത്? ഇവിടെ സുക്കൂന് മറ്റ് കസർ കൊടുത്ത്. മനിൽ ഫത്ത. ത. യുവാവ് ആരാണ്? അല്ലദീ ഹറജ. പുറപ്പെട്ടവനായ യുവാവ് ആരാണ്? മിൻ ബൈത്തിക. നിന്റെ വീട്ടിൽ നിന്ന്. അൽ ആന. ഇപ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടവനായ യുവാവ് ആരാണ്? അങ്ങനെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ അല്ലദി വന്നത് കാരണം എന്താണ്? ഇവിടെ ഫത്തനെ പറ്റി, യുവാവിനെ പറ്റിട്ടാ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അല്ലദി കൊടുത്തത്. അപ്പൊ എന്താണ് അടുത്ത വായിച്ചത്? هو ابن أمي. അവനാരാണ്? അമ്മയുടെ അമ്മി പറഞ്ഞ പിതൃസഹോദരൻ. എന്റെ അമ്മാവന്റെ മകനാണ് അവൻ. ഹുവബനു അമ്മി. ഇനി അടുത്ത വായിച്ചോളൂ. 2. മനിൽ ഫത്താത്തു التي ല്ലത്തി ഖറജത് خرجت من بيتك الآن ബൈത്തിക്കൽ ആന യാ മുഹമ്മദു. هي ബിന്ദു خالتي. ഖാലത്തി. അപ്പൊ ഇത് അർത്ഥം പറയുന്നതാ? മനിൽ ഫത്താത്തു. യുവതി ആരാണ്? അല്ലത്തി ഹറജത്ത്. പുറപ്പെട്ടവളായ. അല്ലത്തി ഹറജത്ത്. ഇവിടെ അല്ലത്തി വരാൻ കാരണം എന്താ? ഫത്താത്ത് യുവതി സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഇവിടെ അല്ലത്തി കൊടുത്തത്. അല്ലത്തി ഹറജത്ത്. പുറപ്പെട്ടവളായ. മിൻ ബൈത്തിക. നിന്റെ വീട്ടിൽ നിന്ന്. അൽ ആന. ഇപ്പോൾ. യാ മുഹമ്മദ്. ഹിയ ബിന്തു. അവൾ. ഹിയ ബിന്തു ഖാലത്തി. ഖാല് പറഞ്ഞ എന്താണ്? ഉമ്മയുടെ സഹോദരൻ. ഉമ്മയുടെ സഹോദരി. എന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകളാണ്. ഖാലത്തി സഹോദരി.
എഴുതാൻ പറ്റൂലല്ലോ ഇനി എന്ത് ഡിഗ്രി പറ്റുമോ പിന്നെന്താ മൂന്നാമത്തത് لمن لمن المفتاح لمن الذي على المكتب الذي على على المكتب المكتب ആ ومدرسي وللمدرس والمدرس വലിൽ മുദരിസി അപ്പൊ അർത്ഥം ലിമനിൽ മിഫ്താഹു ലിമനിൽ മിഫ്താഹു പറഞ്ഞാൽ എന്താണ് ആരുടെ കീയാണ് ആരുടെ കീഴിലുള്ളതാണ്. താക്കോലാണ് കീയാണ് അല്ലദീ അലൽ മക്തബി മേശയുടെ മേശയുടെ മുകളിലുള്ളതായ കീ ആരുടേതാണ് കീ ആരുടേത് അപ്പൊ ഇവിടെ മിഫ്താഹ് അല്ലദീ വരാൻ കാരണം എന്താ മിഫ്താഹിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പൊ മിഫ്താഹ് മസ്കുലിൻ ആയതുകൊണ്ട് അല്ലദീ എന്തായി മസ്കുലിനായി വലിൽ മുദരിസി അത് അധ്യാപകനുള്ളത് അധ്യാപകന്റെ ആ നാല് لمن الساعة التي الساعة على لمن الساعة ലിമനി التي على السرير الساعة അലസരീരി على السرير അലസരീര് ലിമനി സാത്തു ആരുടാണ് വാച്ച് അല്ലത്തി അലസരീരി കട്ടിലിന്റെ മുകളിലുള്ളതായ വാച്ച് ആരുടേതാണ് അതാണ് ഹിയ ഹിയ സൗജി ഉഖ്തി ഇതിൽ സൗജി ഉഖ്തി അത് ആരുടേതാണ് എന്റെ സഹോദരിയുടെ ഭർത്താവിന്റേതാണ് അത് ഇവിടെ ഹിയ ഇവിടെ സൗജല്ലേ പറഞ്ഞത് അപ്പൊ ഇവിടെ ഹിയ വന്നില്ല അത് കാരണം എന്താണ് ഹിയ സഹോദരിയുടെ ഭർത്താവ് കുഞ്ഞുങ്ങളായിരുന്നു അല്ല സഹോദരിയുടെ ഭർത്താവ് കുഞ്ഞിനായതുകൊണ്ടല്ല ഈ ഹിയ എന്ന് പറയുന്നത് എന്താണ് സാത്തിനെ പറ്റിട്ട് അവിടെ പറയുന്നത് അത് നമ്മുടെ അല്ല ആ ഇത് ഇവിടെ ഹിയ ഇത് ഏത് ഇതാണ് പറയുന്നത് സാത്തിനെ പറ്റിട്ടാണ് ഹിയ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഹിയ ഇനി ഇത് മനസ്സിലായി അല്ലതി അല്ലത്തി ഇനി അടുത്തത് ഇതിന് ഇതാക്കിയിട്ടാണ് ആൻസർ ചെയ്തെങ്കിൽ അടുത്ത 6 അക്മിലിൻ ജുമലൽ ആത്തിയത്ത താഴെയുള്ള സെന്റൻസുകൾ കംപ്ലീറ്റ് ആക്കുക ബി വലഇ ഇസ്മിൻ മൗസൂലിൻ മുനാസിബിൻ ഇസ്മു മൗസൂല് പറഞ്ഞാല് അല്ലതി അല്ലത്തിക്ക് പറയുന്ന പേരാണ് അറബിയിൽ പറയുന്ന പേരാണ് ഇസ്മു മൗസൂല് അപ്പൊ അനുയോജ്യമായ ഇസ്മു മൗസൂൽ അഥവാ അല്ലത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക താഴെയുള്ള സെന്റൻസ് കംപ്ലീറ്റ് ആക്കുക അപ്പൊ എന്നാ വായിച്ചോളി അല്ലതി ആണോ നോക്കാം അൽ കിതാബുല്ലദി അലൽ മക്തബിൽ മുദരിസി അലൽ മക്തബി ലിൽ മുദരിസി ആ അവിടെ അല്ലതി എന്ന് വരാൻ കാരണം കിതാബ് മസ്കുലിൻ ആയതുകൊണ്ട് അല്ല അർത്ഥം അറിയാത്ത എന്താ ചോദിക്കണേ അൽ റിപ്പീറ്റ് ഖലമുല്ലദി ഫി في حكيبتي مقصور 3 എന്റെ മീനിങ് എന്താ മീനിങ് പറയട്ടെ അൽ കലമു പേന അല്ലദീ ഫി ഹക്കീബത്തി എന്റെ ബാഗിലുള്ളതായ മക്സൂറിൻ പൊട്ടിയ പൊട്ടിയതാകുന്നു ഫി ഹക്കീബത്തിന്റെ ബാഗിലുള്ളത് മക്സൂറിൻ പൊട്ടിയതാകുന്നു ആ കലമിന്റെ ഒരു മിനിറ്റ് അൽ കലം എന്നുള്ളത് എന്താണ് ബിഗിനിങ് പാർട്ട് ആണ് അതായത് അതിന്റെ ഹബറാണ് എന്ത് മക്സൂറുൻ ഇൻഫോർമേറ്റീവ് പാർട്ട് കലമ് മുബുദോ എന്താ പറയാ മുബത്തത് അതായത് ഇൻഫോർമേറ്റീവ് അല്ല ഇൻഫോർമേറ്റീവ് ബിഗിനിങ് പാർട്ട് മുബത്തത് അതിന്റെ ഇൻഫോർമേറ്റീവ് പാർട്ടാണ് മക്സൂറ് ഖബർ അല്ലേ ഹബർ ഇനി 3 السيارة التي خرجت الآن للطبيب الجديد ലിതോബീബിൽ ജദീദ് അപ്പൊ എന്താണ് അസയ്യാറത്തുല്ലത്തി ഇല്ലത്തി ഹറജത്ത് ഈ അസയ്യാറത്ത് കാറ് അല്ലത്തി ഹറജത്ത് പുറപ്പെട്ടതായ മിനൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ നിന്ന് അൽ ആന ഇപ്പോൾ ലിതോബീബിൽ ജദീദ് പുതിയ ഡോക്ടറിന്റേതാണ് അൽബുല്ലദി അൽ കൽബ് നായ അല്ലദീ ഫിൽ ഹദീഖത്തി പൂന്തോട്ടത്തിലുള്ളതായ ഹരീഖ് രോഗിയാണ് ഇനി 5 ഇബ്നു മുഅദ്ദിബിൻ
ഇബ്നുൽ മുഅദ്ദിന്. അൽ ആന ഇബ്നുൽ മുഅദ്ദിനി. മീനിങ് ഒന്ന് പറയോ? മീനെ പറഞ്ഞത് അൽ ഫത അല്ല, ഫോർത്തിന്റെ വാവ് അല്ലദീ ഹറജ മിനൽ മസ്ജിദി അൽ ആന, ഇപ്പോൾ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടവനായ. ഇബ്നു മുഅദ്ദിനി ആരാണ്? മുഅദ്ദിന് പറഞ്ഞതല്ല, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർ പറയുന്നതാണ് മുഅദ്ദിൻ. മോനാണ്. മോനാണ്. അതെ. ഫോർത്തിന്റെ അൽക്കൽബു. അൽ കെൽബു പറഞ്ഞല്ലോ, അൽ കെൽബു നായ, അല്ലദീ ഫിൽ ഹദീഖത്തി പൂന്തോട്ടത്തിൽ ഉള്ളതായ, മരീലുൻ രോഗിയാണ്. രോഗിയാണ്. ഇനി 6. തിൽക്കൽ ബത്തത്തുല്ലത്തി ബത്തത്തുല്ലതി തഹ്ത ഷജറത്തി ഷജറതി ബിന്ദു ഉൽ ഫല്ലാഹി. ലിബിൻതിൽ ഫല്ലാഹ്. എന്താ അവിടെ എത്തുമ്പോ നിർത്തണ എല്ലാരും? ലിബിൻതിൽ ഫല്ലാഹി. ഫല്ല പറഞ്ഞിട്ട് നിർത്തണ. കർഷകൻ. ഫല്ലാഹി കർഷകൻ. അർത്ഥം എന്താ? തിൽക്കൽ ബത്തത്തു ആ താറാവ്, അല്ലദീ തഹ്ത ഷജറ മരത്തിന്റെ താഴെ ഉള്ളതായ. ലിബിൻതിൽ ഫല്ലാഹി കർഷകന്റെ. അവിടെ ഇളാഫത്ത് ആയതുകൊണ്ടാണ് ഫല്ലാഹിന് കസ്റ് വന്നത്. ബിന്തിന് കസ്റ് വരാൻ കാരണം എന്താണ്? അവിടെ ലാ വന്നത് കൊണ്ട്, ലീ വന്നത് കൊണ്ട്. ബിന്തിന് കസ്റ് വരാൻ കാരണം ലീ വന്നത് കൊണ്ട്, ഫല്ലാഹിന് കസ്റ് വരാൻ കാരണം ഇളാഫത്ത് ആയതുകൊണ്ട്. ലിബിൻതിൽ ഫല്ലാഹി. ലിബിൻതിന് പറയുന്നത് ലിബിൻതി ഫല്ലാഹി, കർഷകന്റെ മകളുടേതാണ്. ലിബിൻതിൽ എന്ന് പറയില്ല. ബിൻതിൽ പറയത്, ബിൻതി തെൻവീനിട്ട് പറയത്. ലിബിൻതിൽ ഫല്ലാഹി. ബിൻതിൽ എന്നല്ലേ? ബിൻതിൽ. ബിൻതിൽ ഫല്ലാഹി. ബിൻതിൽ ഫല്ലാഹി കർഷകന്റെ മകളുടേതാണ്. ഇനി അടുത്ത അൽ ബൈത്തുൽ ജദീദ് ജദീദില്ലദി. ജദീദി എങ്ങനെയായി? ജദീദു. ഇതെന്താണ്? സിഫത്ത് അകത്താണ്. ബൈത്തിന്റെ വിശേഷനാണ്. ബൈത്തു വന്നപ്പോലെ അൽ ബൈത്തുൽ ജദീദുല്ലതി. അൽ ബൈത്തുൽ ജദീദുല്ലദി. അല്ലത്തി അല്ല ആ റോഡിലുള്ളതായ മന്ത്രിയുടേതാണ്. മന്ത്രിയുടേതാണ് അല്ലേ? ഇനി 8. പാഠം. ഈ പാഠത്തിന് ശേഷം പാഠം സഹലുൻ എളുപ്പമുള്ളതാണ്, ജിദ്ദൻ വളരെ, വെരി ഈസിയാണ്. പാഠത്തിന് ശേഷമുള്ള ഈ ബാദ ഹാദ ദർസി ഈ ചാപ്റ്ററിന് ശേഷമുള്ള ചാപ്റ്റർ. പാഠം ചാപ്റ്റർ അല്ലദീ ബാദ ഹാദ ദർസി ഈ പാഠത്തിന് ശേഷമുള്ളതായ പാഠം വളരെ എളുപ്പമുള്ളതാണ്. സഹലുൻ ജിദ്ദൻ. സഹലുൻ അവിടെ വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ? സഹലുൻ ജിദ്ദൻ. ഈ ജിദ്ദൻ എന്താണ്? ഈ വേർഡ് ഇങ്ങനെയാണ് വേണ്ടത്. ജിദ്ദൻ എന്നാണ്. അത് ജിദ്ദിന്നോ മറ്റേതൊന്നും ആക്കാൻ പറ്റൂല. ജിദ്ദൻ എന്നാണ് ഈ വേർഡ്. ഇങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത 9. മനിൽ ഫതാത്തുല്ലത്തി ജലസത്ത് അമാമൽ മുദരിസത്തി. ഇവിടെ ഇളാഫത്താണ്. മുദരിസത്തി ഇളാഫത്ത്. അപ്പൊ കസ്റ് കൊടുക്കണം. മനിൽ ഫതാത്തി ആരാണ്?
മനിൽ ഫതാത്തു ആരാണ് യുവതി അല്ലത്തി التي ജലസത്ത് جلست أمام അമാമൽ المدرس മുദരിസി അധ്യാപികയുടെ جلستي മുമ്പിൽ ഇരുന്നവളായ യുവതി ആരാണ്? അതാരാണ്? മിനൽ ഫത്താത്തു ലത്തി طالبة മീനല്ല മനിൽ 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 ഫത്താത്തു المنزية ലത്തി ആ യുവതി ആരാണ്? ആ هي طالبة من ജലസത്ത് المنزية അമാമൽ മുദരിസി കുന്ന അമാമിൽ അധ്യാപകന്റെ മുമ്പിൽ ഇരുന്നതായ യുവതി ആരാണ്? അല്ലെ? ആ യെസ് ആ ഹിയ തോലിബത്തു താലിബത്തു മിനൽ മലീസിയ മിൻ അതാരാണ്? ഹിയ തോലിബത്തുൻ അവൾ വിദ്യാർത്ഥിനിയാണ് മിൻ മലീസിയ മലേഷ്യയിൽ നിന്നുള്ള മലീസിയ പറഞ്ഞ മലേഷ്യ മലേഷ്യയിൽ വിദ്യാർത്ഥിയാണ് അവൾ. നിന്നുള്ള വിദ്യാർത്ഥിയാണ് അവൾ. വിദ്യാർത്ഥിയാണ് അവൾ. വിദ്യാർത്ഥി അല്ല വിദ്യാർത്ഥിനി. ആയോ? ഇനി 10 അതിൽക്ക ഹക്കീബത്തുല്ലത്തി അല- കുഞ്ഞാണി അലക്കാണ്. തഹ്തൽ മക്തബി ലക യാ ഖാലിദ് എനിക്ക് യാ ഞാൻ ആര് ഖാലിദു. നിങ്ങൾ പറയുന്ന ആരും മനസ്സിലാവണല്ലോ ഒന്നായിട്ട് വായിച്ചു ഒരാൾ വായിക്കോ? എങ്ങനെ? അലക്ക ألك تلك الحقيبة ഹഖീബത്തു അതിൽക്കൽ ഹക്കീബത്തു ലത്തി ലത്തി തഹ്തൽ മക്തബി യാ ഖാലിദു. യാ ലക ഖാലിദു. യാ ഖാലിദു. അപ്പൊ അർത്ഥം എന്താ? അലക്കി അല്ല അലക്ക നിന്റേതാണോ? തിൽക്കൽ ഹക്കീബത്തു ആ ബാഗ് അല്ലത്തി അതിൽക്കൽ ഹക്കീബത്തു ലത്തി അല്ലത്തി തഹ്തൽ തഹ്തൽ മക്തബി മക്തബി മേശയുടെ അടിയിലുള്ള ബാഗ് അടിയിലുള്ളതായ ആ ബാഗ് നിന്റേതാണ്. യാ ഖാലിദു ഖാലിദ്. അപ്പൊ ഇവിടെ ഇവിടെ അലക്കാന്ന് വരാൻ കാരണം എന്താണ്? ആണോ? അലക്ക അതല്ല അലക്ക സ്ത്രീലിംഗ അല്ല പുല്ലിംഗാവാൻ കാരണം എന്താണ്? ഹാലിദിനോടല്ലേ ഖാലിദിനോട് ചോദിക്കും. അത് ഇവിടെ തിൽക്കാണ്. ആ തിൽക്ക ടെക്സ്റ്റ് ബുക്കിൽ ആ തിൽക്കാന്നല്ലത്. ആ നമുക്ക് അവിടെ ആ തിൽക്കാന്നാണെങ്കിൽ ശരിയാണ്. ആ തിൽക്ക ആ തിൽക്ക അവിടെ അതാണോ? അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെ അലക്ക അത് എക്സ്ട്രാ വന്നതാണ് ഈ ബുക്കില്. അപ്പൊ അലക്ക അപ്പൊ നിങ്ങൾ ഇവിടെ കാരണം പറഞ്ഞേരി അലക്ക ഇവിടെ അലക്കാന്ന് വരാൻ കാരണം എന്താ? പുല്ലിംഗാവാൻ കാരണം എന്താ? ഇവിടെ ഹാലിദിനോടാണ് ചോദിക്കുന്നത്. ഇവിടെ അല്ലത്തി വരാൻ കാരണം എന്താണ്? ഹക്കീബത്തിനെ അപ്പൊ ഇവിടെ ആ തിൽക്ക വേണ്ട, ആ ലക്ക മതിയോ? അത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് എങ്ങനെയാണ് അതിനനുസരിച്ച് ചെയ്ത. എന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണുള്ളത്. ആയിക്കോട്ടെ. രണ്ടും ശരിയാണ്. അതാണോ ഹക്കീബത്തിലെത്തി തിൽക്ക ബാഗ് ആ തിൽക്ക ഹക്കീബത്ത് ആണ് ആ ബാഗാണ്. അതിനുള്ളതാണ് ലക്ക. അലക്ക എന്നുള്ളത് പ്രത്യേക ലക്ക പറഞ്ഞാല് നിന്റേതാണ്. ലക്ക പറഞ്ഞാൽ നിന്റേതെന്നല്ലേ? നിന്റേതാണ്. നിന്റേത് യാ ഖാലിദു യാ ഖാലിദേ നിന്റേത് ആണോ? അല്ലേ? നിന്റെ ബാഗ് മേശയുടെ അടിയിലുള്ളതായ ആ ബാഗ് നിന്റേതാണ്. നിന്റേതാണോ? ലാ ഹിയ അപ്പൊ എന്താണ്? ലിസദീഖി മുഹമ്മദിൻ. അല്ലനോ ഹിയ അത് ഇല്ല സ്വദീഖി എന്റെ കൂട്ടുകാരന്റേതാണ്. മുഹമ്മദിൻ മുഹമ്മദ് എന്റെ മുഹമ്മദിന്റേതാണ്. അവിടെ തെൻമീന് വന്നത് മുഹമ്മദ് അത് മുഹമ്മദിനെ തെൻമീന് വരല്ലോ. അതല്ല കിസ്റ് വന്നത് ഉണ്ട് എന്ത്? അവിടെ ലിസദീഖി മുഹമ്മദിൻ. എന്റെ കൂട്ടുകാരനായ മുഹമ്മദിന്റെ അപ്പൊ രണ്ടും അതെ മിസൈ ഹിലാഫത്താണോ അങ്ങനെയൊന്ന് പറയാ? ഖിലാഫത്ത് ഹിലാഫത്തിന്റെ പറയുമ്പോളേ അല്ലേ? ആ അപ്പൊ കെസറല്ലേ വരിക? കെസർ തെൻമീന് വരുവോ? ഇവിടെ മുഹമ്മദിന് അല്ലില്ലല്ലോ. അല്ലില്ലാത്തതിന് തെൻവീന് വേണമെന്ന് പറഞ്ഞില്ലേ? അല്ലില്ല എല്ലാ നാമങ്ങളും ഇസ്മുകളും അതായത് ഫീമെയിൽ പ്രോപ്പർ നൗണും എന്താ പറയാ മെയിൽ പ്രോപ്പർ നൗണും എന്താണ് ഡെഫിനിറ്റ് ആണ്. അതിനെന്താ സ്പെസിഫിക് ആണ്. അതിന്റെ അല്ല ആവശ്യമില്ല. പക്ഷെ നാമത്തിന് അല്ല ഉള്ളതും ഉണ്ടാവും. നമ്മള് പേര് ചിലരുടെ അല്ലെന്ന് കൂട്ടി പറയില്ലേ പേര് ഇടുമ്പോഴൊക്കെ. അപ്പൊ അങ്ങനെ അല്ലുള്ളതും ഉണ്ടാവും. അപ്പൊ അല്ലില്ലാത്തത് കാരണമാകുമ്പോ അത് നിങ്ങൾ അല്ലില്ലാത്തതിനോണ്ടാണ് ഇത് വിചാരിക്കരുത്. എല്ലാ പ്രോപ്പർ നൗണും എന്താണ് ഡെഫിനിറ്റ് ആണ്. അതുകൊണ്ട് എന്താണ് അവിടെ അല്ലിന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ എന്താ തെൻവീന് കൊടുക്കണം. അത് ഏത് നാമത്തിന് വെച്ച് സ്ത്രീലിംഗ നാമത്തിന് വെച്ച്.
സ്ത്രീലിംഗം നാമത്തിൽ പിന്നെ മേൽ പ്രോപ്പർ നൗണിന്റെ അവസാനം റൗണ്ട് താ വരുന്നതിനോ തെൻവീനെ പറ്റൂല. ഇനി അടുത്ത അൽ കലിമാത്തുൽ ജദീദത്തു, ന്യൂ വേർഡ്സ്. അൽ അമ്മ പറഞ്ഞത് അഹുൽ അബി, പൃഥ്വി സഹോദരൻ എന്നാണ് അമ്മ പറയാ. അൽ അമ്മത്ത് പറഞ്ഞവരാരാ? പൃഥ്വി സഹോദരിക്ക്. ഹാല് പറഞ്ഞാൽ എന്താ? അഹുൽ ഉമ്മി, ഉമ്മന്റെ സഹോദരന്. അൽ ഹാലത്ത് പറഞ്ഞാല് ഉമ്മയുടെ സഹോദരി. സയ്യിദി പറഞ്ഞാൽ എന്താണ്? സാറ്. സയ്യിദത്തി പറഞ്ഞാല് മാഡം. നമ്മള് നേതാവ് എന്നൊക്കെ അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ സാറിന് മാഡം എന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മുസ്തശ്വൽ വിലാദത്തി പറഞ്ഞ എന്താണ്? മെറ്റേണൽ ഹോസ്പിറ്റൽ. പ്രസവത്തിന് ഇവിടെ ഇലാഫത്താണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇലാഫത്ത് ആയതുകൊണ്ടാണ് വിലാദത്തിന് കസറ്. പ്രസവത്തിന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ എന്താ? പ്രസവത്തിന്റെ ആശുപത്രി. അപ്പൊ അവിടെ ഇലാഫത്താണ്, അതുകൊണ്ടാണ് വിലാദത്തിന് കസറ്. ഇതിൽ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. നേരത്തെ ആരോ ഒരാൾ ഡൗട്ട് ചോദിച്ചില്ലേനോ? എന്താപ്പ പറഞ്ഞോളി. ഡൗട്ട് ഇല്ലേ? നേരത്തെ ആരോ ഒരാള് ചോദിച്ചിനല്ലോ, റേഞ്ചിലായിട്ട് കേട്ടില്ല. മറന്നുപോ. മറന്നോ? നമ്മ ഓർമ്മിക്കുമ്പോ ചോദിച്ചോളി ക്ലാസ് ടൈം പോട്ടിന്. അടുത്തത് 13ാമത്തെ ചാപ്റ്റർ. 13ാമത്തെ ചാപ്റ്ററിൽ പാർട്ട് എ. ഹംസ. എന്ത്? ഒക്കെ സംശയാണ് അറിയാ. സംശയമാണ് ഞാൻ എന്നെ വിളിച്ച് ചോദിച്ചോളി എന്ന് പറഞ്ഞല്ലേ. ആയിക്കോട്ടെ, ഞാനല്ലേ നിങ്ങള് രണ്ടാമത്തെ റിപ്പീറ്റേഷൻ വിട്ടുണ്ടല്ലോ, ഞാൻ ഒന്നും കൂടി ക്യാച്ച് ചെയ്യട്ടെ. അടുത്തത് ഞാൻ വോയിസ് ഇടുന്നുണ്ട്, അതും കൂടി കേട്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതെ, ഒന്നാമതേ അല്ല ഒക്കെ ഒപ്പം വിളിച്ചിങ്ങനെ നോക്കണം, അപ്പൊ ശരിയാവുള്ളൂ. അതെ, അത് നമ്മളെ പ്രശ്നമാണ് സംഭവം, അല്ലാതൊന്നുമല്ല. പിന്നെ ആണോ, ഇൻഡെഫിനിറ്റ് ആണോ, ഇലാഫത്താണോ, മറ്റേ ലത്താണോ, മന്നൂത്താണോ, ഇതൊക്കെ പാടിട്ട് അങ്ങടെ അത് നിങ്ങൾ ഓരോ ചാപ്റ്റർ വരുമ്പോ ഓരോന്ന് എഴുതി പഠിക്കണം. അത് സാർ ഫസ്റ്റിന്റെ ക്ലാസ്സിൽ പറഞ്ഞല്ല, നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. അതാണ് നിങ്ങളോട് ഹോംവർക്ക് ചെയ്താൽ ഞാൻ അങ്ങനെ പറയുന്നത്. ഹോംവർക്ക് ചെയ്താൽ കുറഞ്ഞ വരുന്നുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ അല്ല ഒന്ന് മനസ്സിൽ ഉറച്ചിട്ടണം, അതാണ് വേണ്ടത്. അതന്നെ, ഉറച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. വെറുതെ ക്ലാസ് കേട്ടാൽ മാത്രം മനസ്സിൽ കയറില്ല. എഴുതി പഠിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ എഴുതുമ്പോ അത് നിങ്ങളെ മനസ്സിൽ കയറും. രണ്ടാമത്തെ ക്ലാസ് ഒന്ന് ഉപകാരപ്പെടുന്നുണ്ട്. മറ്റേ രണ്ടാമത് വിടുന്ന ഭാഗങ്ങളുണ്ടല്ലോ, നോക്കട്ടെ ഞങ്ങൾക്ക് പറ്റുമോ നോക്കട്ടെ. ഇനി അടുത്ത 13ാമത്തെ ചാപ്റ്റർ. 13ാമത്തെ ചാപ്റ്ററില് നമ്മളിപ്പോ ഇതുവരെ എന്താ പഠിച്ചത്? കുറച്ച് അതായത് ഏകവചനാണ് പഠിച്ചത് എല്ലാത്തിന്റെയും, അല്ലേ? നമ്മളിപ്പോ ഹാദ, ഹാദിഹി, തിൽക്ക, ദാലിക എല്ലാത്തിനും എന്താണ്? ഹുവ എല്ലാം എന്താ പഠിച്ചത്? ഏകവചനം മാത്രമാണ് പഠിച്ചത്. ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താ? ബഹുവചനാണ്, പ്ലൂറൽസ്. പ്ലൂറൽസ് എത്ര തരം ഉണ്ട്? അറബിയില് 2 തരം പ്ലൂറൽസ് ഉണ്ട്. ഒന്ന് എന്താണ്? ഇംഗ്ലീഷിൽ നമ്മൾ ഒരു വേർഡിനെ, അതായത് സിംഗുലർ ആയിട്ടുള്ള വേർഡിനെ നമ്മൾ ഇംഗ്ലീഷിൽ പ്ലൂറൽ ആക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യല് സാധാരണ? അവസാനം എസ് ചേർത്താൽ ഉണ്ടാവും, അത് ബഹുവചനം, പ്ലൂറൽസ് ആവും. അപ്പൊ അറബിയില് 2 തരം ബഹുവചനങ്ങൾ ഉണ്ട്. ഒന്ന് സാധാരണ ബഹുവചനം, അതായത് സാധാരണ ബഹുവചനം പറഞ്ഞാൽ അവസാനം ഊന വരും. പിന്നെന്താണ്? നമ്മളെ ജമ്മു തക്സീർ പറയും. അതായത് ജമ്മു തക്സീർ പറഞ്ഞാൽ എന്താണ്? പൊട്ടിയ. തക്സീർ പറഞ്ഞാൽ ബ്രോക്കൺ പ്ലൂറൽസ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബ്രോക്കൺ പ്ലൂറൽസ്. പൊട്ടിയത്, അതായത് സിംഗിളിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ആ പ്ലൂറൽ, അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു വേർഡിനെ പൊട്ടിച്ചത്, അതായത് ബ്രേക്ക് ചെയ്തിട്ടാണ് അതിന്റെ ബഹുവചനം ഉണ്ടാവുന്നത്. പിന്നെ മറ്റേ അവസാനം ഊന വരുന്നത് എന്താണ്? സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബഹുവചനങ്ങളാണ് എന്ത്? അവസാനം ഊന വരുന്നത്. ഈ ഊന വരുന്നത് എങ്ങനെ മനസ്സിലാക്കുക? ഊന വരുന്നത് ഏത് ജമാന്നാ മനസ്സിലാക്കുക? ഊന
കോമൺ, അതായത് അവസാനം ഊന വരുന്നത് കോമൺ പ്ലൂറൽസ് ആണ്. അത് ആ കോമൺ പ്ലൂറൽസ് എത്ര തരണ്ട്? 2 തരണ്ട്. ഒന്ന് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ജമ്മു മുദക്കർ സാലിമ്, ജമ്മു മുഅന്നസ് സാലിം. കേട്ടിക്കണോ? അറബിയിൽ പറയുമ്പോ ജമ്മു മുദക്കർ, അറബിയില് ജമ്മു മുദക്കർ സാലിമ്, പിന്നെ മുഅന്നസ്. ജമ്മു മുഅന്നസ് സാലിം. ജമ്മു മുദക്കർ സാലിം പറഞ്ഞാല് പുല്ലിംഗ ബഹുവചനങ്ങൾ. പുല്ലിംഗ ബഹുവചനങ്ങൾ പറയുന്ന, അതായത് ജമ്മു തക്സീറിലും എന്തുണ്ടാവുക, പുല്ലിംഗ ബഹുവചനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതെന്താ, ഇത് കോമൺ പ്ലൂറൽസ് ആണ്. ജമ്മു തക്സീർ പറഞ്ഞാൽ ഒരു എന്താ പറയാ, ആ സിംഗുലറിന്റെ ആ ഫോം ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു ഫോം ഉണ്ടാക്കും. ആ വേർഡിനെ കൊണ്ട് തന്നെ വേറെ ഫോം ആയിട്ട് മാറും. ആ സിംഗുലറിന്റെ ഫോം ബ്രേക്ക് ചെയ്തിട്ട് ഉണ്ടാവും വേറെ ഫോം. അതിനാണ് ജമ്മു തക്സീർ പറയാ, ബ്രോക്കൺ പ്ലൂറൽസ്. പക്ഷെ കോമൺ പ്ലൂറൽസ് പറഞ്ഞാൽ എന്താണ്, അത് ആ വേർഡിൽ ഒരു മാറ്റം വരുത്താതെ, അതായത് ഇപ്പൊ ഒരു സിംഗുലർ ആയ വേർഡിന്റെ ഒരു മാറ്റം വരുത്താതെ എന്തുണ്ടാവും, അവസാനം ഊന ഏതിലാ ചേർക്കുക? ജമ്മു മുദക്കർ സാലിം ഊന. ജമ്മു മുഅന്നസ് സാലിമില് അവസാനം തിൻ. അത് നിങ്ങൾ പിന്നെ പഠിക്കും. ഞാൻ പിന്നെ ഈ ലെസൺ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ 2 തരം പ്ലൂറൽസ് ആണ് എന്തുള്ളത്, അറബിയിലുള്ളത്. പിന്നെ പിന്നെ ജമ്മു തക്സീറിന് കുറെ പാറ്റേൺസ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പൊ ഇങ്ങനെ നമുക്ക് പിന്നെ ഈ ഓരോ ജമ്മു തക്സീറിന്റെ ഓരോ ബ്രോക്കൺ പ്ലൂറൽസിന് ഓരോ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഓരോ ശരിയായിട്ടുള്ള രൂപമല്ല, ഇത് എങ്ങനെ പഠിക്കുക, ഇതെങ്ങനെ ഇതാക്കാം, ഇതെങ്ങനെ ഓരോന്നും ഓരോ രൂപത്തിലാണല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ പഠിക്കാൻ ജമ്മു തക്സീറിന് ഓരോ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക, അതിലെ ആ സിംഗുലറിന്റെ ഫോം ബ്രേക്ക് ചെയ്തിട്ട് എന്താവാ, റൂളൽ ഉണ്ടാവും. അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക ജമ്മു തക്സീർ ഉണ്ടാവുക. പിന്നെ ബാക്കി ഇനി ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾക്ക് ബാക്കി മനസ്സിലാവും. നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? ഹാദ പഠിച്ചില്ല, ഹാദ ഹാദിഹി പഠിച്ചില്ല. ഹാദ ഹാദിഹി പറഞ്ഞാൽ എന്താണ്? ഹാദ ഹാദിഹി ഇത് ദിസ് ഇറ്റ് എന്നുള്ള അർത്ഥം ഇംഗ്ലീഷിൽ പറയുമ്പോ അതെന്താണ്? സിംഗുലർ ആണ്. ഹാദ എന്നുള്ളത് സിംഗുലർ മസ്കുലിനും ഹാദിഹി എന്നുള്ളത് സിംഗുലർ ഫെമിനിനും ആണുള്ളത്. അപ്പൊ ഈ ഹാദ ഹാദിഹിന്റെ ബഹുവചനം പ്ലൂറൽ ആണെന്ത്? ഹാവുലായി. ഹാദക്കും ഹാദിഹിക്കും എന്താ ഉപയോഗിക്കുക? ഹാവുലായി എന്താണ് ബഹുവചനായിട്ട് ഉപയോഗിക്കുക. ഹാദിഹിക്ക് വേറെ ഇല്ല, ഹാദക്ക് വേറെ ഇല്ല. രണ്ടിനും കൂടി എന്താ ഉള്ളത്? ഒരു ജമ്മാണുള്ളത്. ഹാഉലായി, ഹാഉലായി, ഹാഉലായി. അപ്പൊ ഹാദന്റെ ഹാദിയന്റെ ബഹുവചനമാണ് എന്ത്? ഹാഉലായി. അപ്പൊ എന്താണ്? മൻ ഹാഉലായി, ആരാണ് ഹാഉലായി? ഇവർ ആരാണ്? ഇക്കൂട്ടർ ആരാണ്? ഏത് കൂട്ടർ? അൽ ഫിത്തിയത്തു. ഫത്ത എന്നുള്ളതിന്റെ ജം ആണെന്ത്? ഫിത്തിയത്തു. ഫത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഫത്തൻ യുവാവ്, ഫിത്തിയത്തുൻ യുവാക്കൾ. ഈ യുവാക്കൾ ആരാണ്? എങ്ങനത്തെ യുവാക്കൾ? അത്തിബാലു, പൊക്കമുള്ള പൊക്കമുള്ള യുവാക്കൾ ആരാണ്? അപ്പൊ ഇവിടെ തിവാൽ എന്നുള്ളത് എന്തിന്റെ ജമാണ്? തൊവീൽ എന്നുള്ളതിന്റെ ജമാണ് എന്ത്? തിവാൽ. അപ്പൊ ഇതെന്താണ്? ജമ്മു തക്സീർ ആണ്, ബ്രോക്കൺ പ്ലൂറൽ ആണ്. ഫിത്തിയത്ത് എന്നുള്ളത് എന്താണ്? ബ്രോക്കൺ പ്ലൂറൽ ആണ്. അതായത് ഫത്ത എന്നുള്ളതിന്റെ ആ രൂപം മാറ്റിയിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ഫിത്തിയത്ത് എന്ന ഫോം ഉണ്ടായത്. ആ തൊവീൽ എന്നുള്ള ഫോം ബ്രേക്ക് ചെയ്തിട്ടാണ് എന്തുണ്ടായത്? തിവാല്. ആ രൂപം തന്നെ മാറി. ഇല്ല, തൊവീൽ എന്ന് പറയുമ്പോ വാവിന് കസറാണ്, പിന്നെ നീട്ടാള് പിന്നെ ലാമ്. ആ ഫോം ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത്? തിവാൽ എന്നുണ്ടായത്. അപ്പൊ തൊവീൽ എന്നുള്ളതിന്റെ എന്താണ്? ജമ്മാണ്, ബഹുവചനാണ് തിവാല്. അപ്പൊ ഇവിടെ തിവാലു വരാൻ കാരണം എന്താ? അത്തിവാല് വരാൻ കാരണം എന്താണ്? ഫിത്തിയത്തിന്റെ നാത്താണ്, നാമവിശേഷനാണ് എന്ത്? തിവാല്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ പറഞ്ഞു ഫിത്തിയത്ത് ഏത് രൂപമാണ് ആ രൂപത്തിലൊക്കെ എന്ത് വരണം? തിവാല് വരണം. അപ്പൊ ഫിത്തിയത്ത് ഇവിടെ എന്താണ്? ബഹുവചനാണ്. നമ്മൾ നമ്പറിൽ യോജിച്ച് വരണം. നാമവിശേഷണം എന്ത് ചെയ്യണം? നമ്പറിൽ യോജിച്ച് വരണം. അപ്പൊ ഇവിടെ ഫിത്തിയത്ത് എന്താണ്? ബഹുവചനാണ്. അപ്പൊ അതിന്റെ നാമവിശേഷണം അതിനകത്ത് എന്തായിട്ട് വരണം? ബഹുവചനമായിട്ട് വരണം. അതുകൊണ്ട് ആ തിവാൽ. പൊക്കമുള്ള യുവാക്കൾ ആരാണ്? യാ അലിയു, ഏ അലി, പൊക്കമുള്ള യുവാക്കൾ ആരാണ്? അപ്പൊ അതാരാണ്?
ഹും തുല്ലാബുൻ ജുദുദുൻ. അവരാരാണ്? ഹും തുല്ലാബുൻ പുതിയ ജുദുദുൻ. പുതിയ ഹുംന്ന് അപ്പൊ ഹുവാന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ അവൻ. അതൊരു സിംഗുലർ ആണ്, സിംഗുലർ മസ്കുലിൻ ആണ്. അതിന്റെ ബഹുവചനം പ്ലൂറൽ ആണ് എന്ത്? മസ്കുലിൻ. പ്ലൂറൽ ആണ് എന്ത്? ഹുവ എന്നുള്ളതിന്റെ ബഹുവചനാണ് എന്ത്? ഹും അവർ. ഹും തുല്ലാബുൻ. അപ്പൊ ഹും എന്ന് വന്നാല് ഇവിടെ തുല്ലാബുൻ ആണുള്ളത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് വരുന്ന ഹുവ തുല്ലാബുൻ എന്ന് പറയാൻ പറ്റൂല. ഇവിടെ തുല്ലാബുൻ തുല്ലാബ് ബഹുവചനാണ്. അപ്പൊ ഇവിടെ എന്തായിരുന്നു? ഹും എന്ന് വരുന്നു. ഹും തുല്ലാബുൻ. അവരാരാണ്? അവർ വിദ്യാർത്ഥികളാണ്. ജുദുദിൻ പുതിയ വിദ്യാർത്ഥികളാണ് അവർ. അപ്പം താലിബുൻ എന്നുള്ളതിന്റെ ബഹുവചനാണ് എന്ത്? തുല്ലാബുൻ. ഹും തുല്ലാബുൻ ജുദുദുൻ. അവർ പുതിയ വിദ്യാർത്ഥികളാണ്. അപ്പൊ ജുദുദിന് വരാൻ കാരണം എന്താണ്? ജുദുദിൻ പറഞ്ഞാൽ എന്താണ്? പുതിയ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അർത്ഥം പറയുമ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ ജുദുദ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ പറയല്? ഇംഗ്ലീഷിൽ നമ്മള് അഡ്ജക്റ്റീവിന് എന്തുണ്ട്? അഡ്ജക്റ്റീവിന്, അതായത് നാമവിശേഷണങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്ലൂറൽ ഉണ്ടോ? നമ്മളിപ്പോ ഒരു ഗുഡ് മാൻ പറഞ്ഞു. ഗുഡ് മാൻ പറഞ്ഞാൽ എന്താ? ഒരു നല്ല മനുഷ്യൻ. അത് ആക്കുമ്പോ നമ്മൾ എന്താ പറയാ? ഗുഡ്സ് എന്ന് പറയും. ഇല്ല. അതില് അഡ്ജക്റ്റീവ് എന്താണ്? ഗുഡ് ആണ്. അപ്പൊ അത് നമ്മള് ബഹുവചനം ആക്കുമ്പോ ഗുഡ്സ് എന്ന് പറയാം. ഇല്ലല്ല, നമ്മള് ഗുഡ് മെന്ന, ആ മാനെ നമ്മള് സിംഗുലറിനുള്ളത് മാറ്റിട്ട് എന്താ ചെയ്യും? മെന്നാക്കും. അവിടെ ഗുഡ്സ് മെൻ എന്ന് പറയില്ല, ഗുഡ് മാൻ എന്ന് പറയാം. അപ്പൊ ഇംഗ്ലീഷിൽ എന്തില്ല? അഡ്ജക്റ്റീവിന് ബഹുവചനം ഇല്ല. പക്ഷെ അറബിയിൽ എന്ത് വേണം? അഡ്ജക്റ്റീവിന് ബഹുവചനം വേണം. അതെങ്ങനെയാണ്? ഇവിടെ തുല്ലാബ് ഒരു ബഹുവചനാണ്. അതിന്റെ നത്താണ് എന്ത്? ജുദുദ്. അപ്പൊ തുല്ലാബ് ബഹുവചനം ആയതുകൊണ്ട് അതിന്റെ ബഹുവചനമായിട്ട് വരുന്നു. ഇംഗ്ലീഷിനെ പോലെയല്ല. ഇംഗ്ലീഷിൽ എന്താ ചെയ്യാൻ കഴിയില്ല നമുക്ക്? അതിന്റെ ഇത് ബഹുവചനമാണെങ്കിൽ അതിന്റെ അഡ്ജക്റ്റീവ് എന്താവില്ല? ബഹുവചനമല്ല. പക്ഷെ അറബിയിൽ അങ്ങനെയല്ല. അറബിയില് ഇതിന്റെ ഇതിനകത്ത് ഈ നാമവിശേഷണം എന്തിനു വേണം? ബഹുവചനം വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ജുദുദ് എന്ന് വരാൻ കാരണം. അടുത്തത് മിൻ ഐനഹും. അവർ എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് അവർ? മിൻ ഐനഹും. അവർ എവിടെ നിന്നാണ്? അവർന്ന് ഉദ്ദേശിച്ച ഇവിടെ ആരാണ്? ഇവിടെ തുല്ലാബിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഹും അവർ. അപ്പൊ ഇവിടെ തുല്ലാബ് വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥിനികളല്ല, വിദ്യാർത്ഥികൾ. മസ്കുലിൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഹും എന്ന് ചോദിച്ചത്. മിൻ ഐനഹും. അവർ എവിടെ നിന്നാണ്? അവിടെ എവിടെ നിന്നാണ്? ഹും മിൻ അമേരിക്ക. അവർ അമേരിക്കയിൽ നിന്നാണ്. ഹും മിൻ അമേരിക്ക. അവർ അമേരിക്കയിൽ നിന്നാണ്. അടുത്തത് അഹും സുമലാഉക. അവർ നിന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പം ജമീലുൻ എന്നുള്ളതിന്റെ ജം ആണെന്ത്? ബഹുവചനാണെന്ത്? അപ്പൊ സുമലാഉ എന്നാണ് പറയേണ്ടത്. സുമലാഉ എന്നാണ് പറയേണ്ടത്. ഇവിടെ ഈ ലൊമീർ നോക്കണ്ട, ഈ സർവനാമം നോക്കണ്ട, ഈ പ്രോനൗൺ നോക്കണ്ട. അപ്പൊ അത് ഇവിടെ ക്ലാസ്മേറ്റ്സ് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ജമീൽ എന്നുള്ളതിന്റെ ബഹുവചനം എങ്ങനെ പറയാം? അവസാനം തെൻവീനിട്ട് വായിക്കരുത്. അത് ചില ജമ്മു തക്സീറിന്റെ രൂപമാണ് എന്ത്? അത് നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തരുമ്പോ നിങ്ങൾക്ക് കിട്ടും ഏത് പാറ്റേണിലാണെന്ന്. അഹും സുമലാഉ. അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? അവസാനം തെൻവീനിട്ട് വായിക്കാൻ പറ്റൂല. നമ്മളിവിടെ ജുദുദിൻ തുല്ലാബിലൊക്കെ എന്ത് പറയുന്നുണ്ട്? തെൻവീൻ ഉണ്ട്. പക്ഷെ സുമലാഉ ബഹുവചനാക്കി പറയുമ്പോ അവസാനം തെൻവീനിട്ട് പറയരുത്, എഴുതും ചെയ്യരുത്. സുമലാഉ മാത്രമാണ് പറയേണ്ടത്, സുമലാഉൻ എന്ന് പറയരുത്. അഹും സുമലാഉക. അവർ നിന്റെ ക്ലാസ്മേറ്റ്സ് ആണോ? സുമല പറഞ്ഞ എന്താ? ക്ലാസ്മേറ്റ്സ്. ബഹുവചനായി നിന്റെ ക്ലാസ്മേറ്റ്സ് ആണോ? അപ്പൊ എന്താ പറയണത്? നാം അതെ. ഹും സുമലായി. അവർ എന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ഹും ഫി ഫസിലി. ഹും അവർ ഫി ഫസിലി എന്റെ ക്ലാസ്സിലാണ്. അടുത്തത് ഹും മുജ്തഹിദൂന. അവർ പരിശ്രമശാലികളാണോ? മുജ്തഹിദിനെ ഗവേഷക, റിസർച്ചർ എന്ന് പറയും. അത് ഞാൻ പറഞ്ഞതാണ്. മുജ്തഹിദ് എന്നുള്ളതിന്റെ അർത്ഥം റിസർച്ചർ, ഒരു ഗവേഷകൻ എന്ന് പറയും. ഹാർഡ് വർക്കിംഗ് പേഴ്സൺ എന്ന് പറയും. അപ്പൊ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, ഇവിടെ എന്താണ്? ഇത് കോമൺ പ്ലൂറൽ ആണ്, അതായത് സാധാരണ ബഹുവചനം. അവസാനം ഊന വരുന്നത് ജമ്മു മുദക്കർ സാലിം. അവസാനം ഊന വരുന്നത്, അതായത് ഇവിടെ ഈ മുസ്തഹിദുൻ ഇതിന്റെ സിംഗുലർ എന്താണ്? മുസ്തഹിദുൻ. ആ മുസ്തഹിദുൻ എന്ന വേർഡിന് ഒന്നും സംഭവിക്കാതെ അവസാനം അത് എന്താക്കി മാറ്റി? ജം ആക്കി മാറ്റി. ആ ഹും മുസ്തഹിദൂന. ആ വേർഡിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിരിക്കണോ? മുസ്തഹിദ് എന്നുള്ള
മുസ്തഹിദൂന എന്നുള്ളതിന്റെ സിംഗുലർ എന്താണ്? മുസ്തഹിദുൻ എന്നാണ്. അപ്പൊ മുസ്തഹിദു എന്നുള്ള വേർഡിന് എന്തെങ്കിലും പറ്റിക്കണോ? ഇല്ല. ഒരു മാറ്റവും സംഭവിക്കാതെ അവസാനം ഊന മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറയുന്നത് കോമൺ പ്ലൂറൽ ആണ്. ആ കോമൺ പ്ലൂറൽസ് 2 തരണ്ട്. അതാണ് ഒന്ന് ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം. ഇത് ജമ്മു മുദക്കർ സാലിമാണ്, അവസാനം ഊന വരുന്നത്. അഹും മുസ്തഹിദൂന, ഇവിടെ ജമ്മു മുദക്കർ ആവാൻ കാരണം എന്താ? ഇവിടെ ആണുങ്ങളെ പറ്റിയിട്ടാ പറയുന്നത്, മസ്കുലിനെ പറ്റിയിട്ടാ പറയുന്നത്. അഹും മുസ്തഹിദൂന, അവർ പരിശ്രമശാലികളാണ്. ജമ്മു മുഅന്നസ് സാലിമിനെ പറ്റിയിട്ട് പിന്നെ പഠിക്കും. ഇപ്പൊ പരിശ്രമശാലികളാണോ? മസ്കുലിനെ പറ്റിയിട്ടാ പറഞ്ഞത്. അപ്പൊ ഇത് മാത്രം നോക്കിയാൽ മതി. അതിലേക്ക് ഇനി നല്ലോണം എടുത്ത് ആലോചിക്കൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നാം, അതെ. ഹും മുസ്തഹിദൂന, അവർ പരിശ്രമശാലികളാണ്. അടുത്തത് മാ അസ്മാഉഹും, അവരുടെ പേര് എന്താണ്? മാ അസ്മാഉഹും എന്താണ്? മാ അസ്മാഉഹും, അവരുടെ പേര് എന്താണ്? അപ്പൊ അവരുടെ പേരെന്താണ്? അപ്പൊ ഇസ്മുൻ എന്നതിന്റെ ജമ്മാണ് എന്ത്? ഇസ്മുൻ എന്നതിന്റെ ജമ്മാണ് എന്ത്? അസ്മാഉൻ. യാസിറുൻ. ഇവിടെ എന്താ? ഓരോ പേരിൽ ഓരോന്നുണ്ട്. ഈ ഓരോ പേരിൽ ഓരോന്ന് ശ്രദ്ധിക്കാണ്ട്. ഇവിടെ ഓരോ ഇങ്ങനത്തെ പേര് കൊടുക്കാൻ കാരണം എന്താണ്? ഈ പേരിൽ ഓരോന്ന് ശ്രദ്ധിക്കാണ്ട്. യാസിറുൻ എന്താണ്? ഒരു സാധാ മെയിൽ പ്രോപ്പറിനാണ്, അതിന്റെ അവസാനം തെൻവീന് വേണം. സക്കരിയ, സക്കരിയ എന്നുള്ള പേര് എങ്ങനെയാണ്? അവസാനം നീട്ടാനുള്ള അലിഫാണ്. അവസാനം നമ്മൾ സാധാ ഒരു നാമത്തിന്റെ അവസാനം എന്താ? ലൊമ്മത്താണ്. ഇവിടെ അതൊന്നുമില്ല. അപ്പൊ സക്കരിയ, ഈ പേര് ഇങ്ങനെ തന്നെയാണ്. ഇത് സക്കരിയോന്നോ സക്കരിയെന്നൊന്നും ആക്കാൻ പറ്റൂല. സക്കരിയ. പിന്നെ ഇവിടെ മൂസ, ഇവിടെ അലിഫാണ്, പക്ഷെ യാന്റെ രൂപത്തിലുള്ള അലിഫാണ്. പക്ഷെ ഇത് എന്താക്കാൻ പറ്റില്ല, ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇത് ഇങ്ങനെ തന്നെയാണ്, മൂസ. അബ്ദുല്ലാഹി, അബ്ദുല്ലാഹി. ഇവിടെ അള്ളാഹിക്ക് കസർ വരാൻ കാരണം എന്താ? ഇലാഫത്ത് ആയതുകൊണ്ട്. അർത്ഥം പറയുമ്പോ എന്താ? അബ്ദുല്ല എന്നുള്ളത് ഒരു പേരാണ്, പക്ഷെ അർത്ഥം പറയുമ്പോ എന്താണ്? അള്ളാഹുവിന്റെ അടിമ. അപ്പൊ അവിടെ ഇലാഫത്താണ്. അപ്പൊ അള്ളാഹുവിന് അതുകൊണ്ടാണ് കസർ വരാൻ കാരണം. അടുത്തത് വമൻ ഹൗലായി റിജാലുൽ കിസാറു. വമൻ ഹൗലായി, ഈ കൂട്ടർ ആരാണ്? അർ റിജാലു, പുരുഷന്മാർ. അൽ കിസാറു, പൊക്കം കുറഞ്ഞ. അപ്പൊ റജുലു എന്നുള്ളതിന്റെ ജം ആണെന്ത്? റിജാലു. കസീർ എന്നുള്ളത്, കസീർ പറയുന്നത് ഷോർട്ട്, പൊക്കം കുറഞ്ഞ. അതിന്റെ ബഹുവചനാണെന്ത്? കിസാറ്. അപ്പൊ അവിടെ അർ റിജാലു ആയതുകൊണ്ട് എന്ത്? ഇവിടെ ബഹുവചനം ആയതുകൊണ്ട് അൽ കിസാറു ബഹുവചനായിട്ട് വന്നു. അപ്പൊ എന്താണ്? വമൻ ഹൗലായി റിജാലുൽ കിസാറു, പൊക്കം കുറഞ്ഞ യുവാക്കൾ ആണ്. അതെന്താ? ഹും ഹുജാജുൻ, അവർ ആരാണ്? ഹും ഹുജാജുൻ. ഹും ഹുജാജ്, അവർ ആരാണ്? ഹുജാജുൻ, തീർത്ഥാടകർ. തീർത്ഥാടകർ പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്നതാണ് ഹുജാജ്. ഹാജിൻ ജമ്മൺ, ഹാജിൻ പിൽഗ്രിം. അതിന്റെ ജം ആണെന്ത്? ഹുജാജുൻ, പിൽഗ്രിംസ്. തീർത്ഥാടനം ചെയ്യുന്ന ആള്. ഹാജിന് പറഞ്ഞാൽ തീർത്ഥാടനം ചെയ്യുന്ന ആള്, ഹുജാജിന് പറഞ്ഞാൽ തീർത്ഥാടനം ചെയ്യുന്നവർ. ബഹുവചനായി. ഹജ്ജ് ചെയ്യുന്ന ആള്, ഹാജിന് പറഞ്ഞ ഹജ്ജ് ചെയ്യുന്ന ആള്, ഹുജാജിന് പറഞ്ഞ ഹജ്ജ് ചെയ്യുന്നവർ. അവയ്ക്കാണ് മിൻ ഐനഹും, അവർ എവിടെ നിന്നാണ്? അപ്പൊ എന്താണ്? ബാലുഹും. അപ്പൊ ബാല എന്നുള്ളത് ഒരു പുതിയ വേർഡാണ്. ബാല പറഞ്ഞ ചിലർ, സം അർത്ഥം. ഇംഗ്ലീഷിൽ പറയുമ്പോ സം, ബാല പറഞ്ഞ ചിലർ. അപ്പൊ എന്താണ്? ബാലഹും, അവരിൽ ചിലർ ആരാണ്? മിനസ്സീൻ, ചൈനയിൽ നിന്നുള്ളവരാണ് അവരിൽ ചിലർ. ബാലഹും, അവരിൽ ചിലരാണ് മിനൽ യാബാൻ, ജപ്പാനിൽ നിന്നുള്ളവരാണ്. അപ്പൊ ബാല പറഞ്ഞാല് സം എന്നുള്ള അർത്ഥമാണ്, ചിലർ, ചിലത് എന്നുള്ള അർത്ഥം, ചിലത്. ബാലഹും മിനസീൻ, അവരിൽ ചിലർ ആരാണ്? ചൈനയിൽ നിന്നുള്ളവരാണ്. ബാലഹും മിനൽ യാബാൻ, അവരിൽ ചിലർ എവിടെ നിന്നാണ്? മിനൽ യാബാൻ, ജപ്പാനിൽ നിന്നുള്ളവരാണ്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില നാമത്തിന്റെ കൂടെ അല്ലുള്ള നാമങ്ങളും ഉണ്ടാവും. അതാണ് അൽ മുസ്തഫ. ഇത് മുസ്തഫ എന്ന് ഉപയോഗിക്കും, അൽ മുസ്തഫ എന്ന് ഉപയോഗിക്കും. അയാളെ പേര് അൽ മുസ്തഫ എന്നായത് കൊണ്ടാണ് അൽ മുസ്തഫ എന്ന് കൊടുത്തത്. അപ്പൊ ഇനി എന്തുകൊണ്ട് അവിടെ അല്ല് വന്ന് ചോദിക്കേണ്ട? അയാളെ പേര് അൽ മുസ്തഫ എന്നായത് കൊണ്ടാണ് അങ്ങനെ. അടുത്തത് ഐനൽ മുസ്തഫ, മുസ്തഫ എവിടെയാണ്? വസ്ദിഖാവുഹു, അവന്റെ കൂട്ടുകാരന്മാരും. അപ്പൊ സ്വദീഖു എന്നുള്ളതിന്റെ ജമ്മാണെന്ത്? അസ്ദിഖാവു. അപ്പൊ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജമീലും ജമ്മ് സുമലാവു, അത് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ അസ്ദിഖാവു.
നമ്മൾ എന്ത് ചെയ്യരുത് തെൻവീനിട്ട് പറയരുത് അസ്ദിക്കാവു അതിന്റെ രൂപമാണ് അങ്ങനെ അസ്ദിക്കാവു അസ്ദിക്കാഉൻ എന്ന് പറയരുത് അസ്ദിക്കാവു വസ്ദിക്കാഉഹു അവന്റെ കൂട്ടുകാരന്മാര് ദഹബു അവർ പോയി അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ് ദഹബ എന്ന് പഠിച്ചു ദഹബ പറഞ്ഞ അവൻ പോയി ദഹബ്തു പറഞ്ഞാൽ ഞാൻ പോയി ദഹബ്ത പറഞ്ഞാൽ നീ ഒരാൾ പോയി ദഹബത്ത് പറഞ്ഞാൽ അവൾ പോയി ഇനി നമ്മൾ പഠിക്കാൻ പോണത് ദഹബ അവൻ പോയി എന്നതിന്റെ ബഹുവചനാണ് ദഹബു അവർ പോയി പറഞ്ഞാൽ എന്താ മസ്കുലിൻ ആണ് ഇവിടെ സ്ത്രീലിംഗം അല്ല മസ്കുലിൻ ദഹബു അവർ കുറെ ആണുങ്ങൾ പോയി അതായത് മോർ ദാൻ ടു പറഞ്ഞാൽ എന്താണ് രണ്ടില് കൂടുതലുള്ള ആൾക്കാർക്ക് പറയുന്നതാണ് ബഹുവചനം രണ്ടാൾക്ക് ഇതിന് വേറെ ഫോം ഉണ്ടാവും ഇത് രണ്ടിൽ കൂടുതൽ ആൾക്കാർക്ക് ഉള്ളതിനാണ് ദഹബു എന്ന് പറയുന്നത് ദഹബു അവർ പോയി ഇലൽ മത്താമി ക്യാൻറ്റീനിലേക്ക് ദഹബു ഇലൽ മത്താമി അവർ ക്യാൻറ്റീനിലേക്ക് പോയി അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒരു പെണ്ണ് പോയത് എങ്ങനെയാണ് പറയാ പെണ്ണോ പെണ്ണ് പോയി ദഹബത്ത് അവൾ പോയി ദഹബത്ത് അവൾ ഒരു പോയി കൂട്ടം പെണ്ണുങ്ങൾ പോയത് അത് ആ രൂപം പഠിപ്പിച്ചിട്ടില്ല ഇത് സ്ത്രീ മസ്കുലിന്റെ പുല്ലിംഗത്തിന്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പെണ്ണുങ്ങളത് ഒരു കൂട്ടം പെണ്ണുങ്ങൾ പോയി എന്നുള്ള വേർഡ് പഠിപ്പിച്ചിട്ടില്ല ക്രിയ അത് പിന്നെ പഠിപ്പിക്കും ദഹബു എന്നാല് അവർ കുറെ ആണുങ്ങൾ പോയി അതായത് ഇവിടെ ദഹബു ഉദ്ദേശിച്ച ആരാ അസ്തിക്കാവ് മുസ്തഫന്റെ കൂട്ടുകാരന്മാരും ദഹബു അവർ പോയില്ലൽ മത്താമി ക്യാൻറ്റീനിലേക്ക് അർത്ഥം എന്തെങ്കിലും കിട്ടാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിക്കോളി തിവാലു അതിന്റെ തിവാല് ടോള് അതായത് പൊക്കം കൂടിയ പൊക്കമുള്ള തൊവീലും ജമ്മ തിവാലും ആ ജമ്മാണല്ലേ തിവാലു തൊവിയും ജമ്മ് തിവാല് വാലുൻ ഡൗട്ട് ഉള്ളവരൊക്കെ ചോദിച്ചോളിയാ നാവുലായിൽ ഫിത്തിയത്തു തിവാലു യാ അലി യാ അലിയു യാലിയോ യാ അലിയു ല്ലേ മൻ ആവുലായി കൂട്ടർ വിത്തിയത്ത് പറഞ്ഞാല് യുവാക്കളല്ലേ യുവാക്കൾ ഫതൻ ജമ്മ ഫിത്തിയത്ത് തിവാലു പൊക്കമുള്ളതായ യുവാക്കൾ ആരാണ് പൊക്കമുള്ളതായ യൂസ് ചെയ്യണം പൊക്കമുള്ള യുവാക്കൾ യുവാക്കൾ ആരാണ് എ അലി എന്നല്ലേ ചോദിക്കണ് എന്ത് ഇവർ വിദ്യാർത്ഥികളല്ലേ ഇവർ പുതിയ വിദ്യാർത്ഥികളാണ് അല്ലേ ഷാബും ജമ്മ അത് യുവാവെന്ന് പറയും അല്ലെ ജുദുദ് എന്ന് പറഞ്ഞാൽ പുതിയ വിദ്യാർത്ഥികൾ എന്നല്ലേ ജദീദുൻ ജമ്മ ജുദുദ് ജദീദ് പുതിയത് ജുദുദുൻ അതിന്റെ ജമ്മ ജുദുദ് മിൻ ഐനഹും ഇവർ എവിടെ നിന്നാണ് മനസ്സിലായി വായിച്ചു നോക്കിയാൽ മതി അഹും സുമലാവുക്ക അഹും അവരാണോ സുമലാവുക്ക അവര് സത്യമാരാണോ നഅം ഹും സുമലായി ഹും ഫിൽ ഫസ്ലി അഹും മുജ്തഹിദൂന മുജ്തഹിദൂന നഅം ഹും മുജ്തഹിദൂന മാ അസ്മാഉഹും ഇതിന് ശ്രദ്ധിക്കേണ്ടത് അവസാനം നമ്മൾ ജമ്മാക്കുമ്പോ അവസാനം തെന്മിനി ഇല്ലാത്ത രണ്ട് ജമ്മ പഠിച്ചു ഒന്ന് ജമീലും ജമ്മ സുമലാവും സ്വദീഖും ജമ്മ അസ്തിക്കാവും ഇതിന്റെ രണ്ടിന്റെ അവസാനം ബഹുവചനം ആക്കുമ്പോ തെന്മീനിട്ട് വായിക്കരുത് എഴുതാനും പറ്റൂല അപ്പൊ ഞാൻ ഡൗട്ട് ആർക്കും ഇല്ല വിചാരിക്കുന്ന നിർത്തല്ല السلام عليكم ورحمة الله وبركاته ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته